കേരളത്തിന്റെ രാഷ്ട്രീയ ഗോതയിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ മണിക്കൂർ കൊണ്ട് സംഭവിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇടതു മുന്നണിക്ക് ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. കപ്പിത്താനായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്താനോ ഒഴിവാക്കാനോ CPM-ന് സാധിക്കില്ല. കാരണം പിണറായിക്ക് പകരം വെക്കാൻ മറ്റൊരു മുഖം പോലും നിലവിൽ പാർട്ടിക്ക് മുന്നിലില്ല. ഇതാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും PR വർക്കിലൂടെ മുഖം മിനുക്കി മുന്നോട്ടു പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അർദ്ധരാത്രിയിൽ തൊടുപുഴയിൽ നടന്ന ആ നാടകീയ അറസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ രഞ്ജിത്തിനെ പോലെയുള്ളവർക്കെതിരെയുള്ള നടപടികൾ തുണയ്ക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. എന്നാൽ ഇവിടെ ചർച്ചയാകേണ്ടത് അതൊന്നുമല്ല, മറിച്ച് CPM-ന്റെ അമരത്ത് സംഭവിക്കുന്ന അസാധാരണമായ ചില നീക്കങ്ങളാണ്. കേരളം ഒരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരിക്കെ മുന്നണികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടത്തിലാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ കളം നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരും ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്: എവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ പടവാളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. എന്നാൽ ഇത്തവണ ഏതോ ഒരിടത്ത് വലിയ പാളിച്ച പറ്റിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ സമ്മേളനത്തിൽ നിന്ന് MV ഗോവിന്ദൻ അപ്രത്യക്ഷനായിരിക്കുന്നു എന്നത് കേവലം യാദൃച്ഛികതയല്ല. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പുകിലുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമാക്കാൻ സംസ്ഥാന സെക്രട്ടറി ദിവസവും മാധ്യമങ്ങളെ കാണാറുള്ളതാണ് പതിവ്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് പുറമെ ഇപ്പോൾ ചാനൽ ചർച്ചകളിലും പത്രസമ്മേളനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് M സ്വരാജ് ആണ്. ഗോവിന്ദൻ മാഷിന് പകരം സ്വരാജിനെ പോലെയുള്ള ജൂനിയർ നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമാണ് ഗോവിന്ദൻ മാധ്യമങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു പോയത്. ഇപ്പോൾ ജില്ലകളിൽ എത്തുമ്പോൾ വെറും 1-2 മിനിറ്റ് നീളുന്ന ലഘുവായ പ്രതികരണങ്ങളിൽ അദ്ദേഹം ഒതുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് MV ഗോവിന്ദനെ പാർട്ടി സൈഡ് ലൈൻ ചെയ്യുന്നത്? ഇതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ആശയവിനിമയ ശൈലി തന്നെയാണ്. പലപ്പോഴും അദ്ദേഹം നൽകുന്ന മറുപടികളും പ്രസംഗങ്ങളും അവ്യക്തവും സങ്കീർണവുമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഭൗതിക സാഹചര്യം, മൂർത്ത രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്നിങ്ങനെയുള്ള കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങൾ പാർട്ടി അണികൾക്ക് പോലും കൃത്യമായി ദഹിച്ചിരുന്നില്ല. ശബരിമല വിഷയത്തിലായാലും RSS-മായി മുൻപ് സഹകരിച്ചിട്ടുണ്ടെന്ന തുറന്നു പറച്ചിലായാലും ഗോവിന്ദൻ മാഷിന്റെ പല പരാമർശങ്ങളും പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇത്തരം സ്ലിപ്പ് ഓഫ് ടങ്ങുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു. ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ ചൂരൽമല ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് VD സതീശനും സണ്ണി ജോസഫിനുമെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ പാളിപ്പോയത് ഇതിനുദാഹരണമാണ്. ഒരു പാർട്ടി ഫണ്ട് എങ്ങനെയാണ് വ്യക്തിപരമായ സ്വത്തായി നാമനിർദ്ദേശ പത്രികയിൽ കാണിക്കാൻ കഴിയുക എന്ന ലളിതമായ വസ്തുത അദ്ദേഹം ഓർക്കാതെ പോയത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. ഇവിടെയാണ് ഡാമേജ് കൺട്രോൾ എന്ന തന്ത്രം CPM പയറ്റുന്നത്. ഗോവിന്ദൻ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹത്തെ സംഘടനാ ചുമതലകളിലേക്ക് പരിമിതപ്പെടുത്തുകയും പകരം കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ അവതരിപ്പിക്കുന്ന M സ്വരാജിനെ മുൻനിരയിലേക്ക് വിടുകയും ചെയ്തു. സ്വരാജ് പ്രതിപക്ഷത്തെ ശക്തമായി ആക്രമിക്കുന്നതും നിലപാടുകൾ വ്യക്തമാക്കുന്നതും അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്നുണ്ട്. M സ്വരാജിനെ കൂടാതെ A വിജയരാഘവൻ, PK ബിജു എന്നിവരും മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും അന്വേഷിക്കുന്നത് പാർട്ടി സെക്രട്ടറിയെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം എന്നാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. എന്നാൽ മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം സംഘടനയെ നയിക്കുന്നതിനൊപ്പം തന്നെ മാധ്യമങ്ങളുമായി നിരന്തരം സംവദിച്ചിരുന്നു. താഴെത്തട്ടിലുള്ള അണികളുമായി വരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു കോടിയേരി. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ആ ഒരു ശൂന്യത നികത്താൻ MV ഗോവിന്ദന് കഴിയുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഇരുട്ടടിയും ഗോവിന്ദൻ മാഷിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റവും ഇടത് ക്യാമ്പിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്.